ഒരു കായേ പൊട്ടി വീണതാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് ഉപ്പേരി വയ്ക്കാമല്ലോ വിചാരിച്ചു. ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അവർക്ക് അപ്പുറത്തുള്ളവർക്ക് വേണമാണോ ഇതൊന്നും വളടാതെ കിട്ടണല്ലേ. ഇവിടെ പൊന്നൂൻ്റെ കണ്ടോ ആ ആ ആ പൊന്നു സ്കൂളിക്ക് പറയാ അങ്കലവാടിക്ക് വേണ്ട പറഞ്ഞിട്ടാണേ ഇന്നലെ അതാ റോട്ടിൽ കണ്ടോ ഷട്ടിൽ ബാറ്റ് വാങ്ങിയിട്ടെന്നല്ല നമ്മുടെ അച്ചൂനും കിച്ചൂനൊക്കെ. അപ്പോൾ ഏത് സമയവും ഇങ്ങനെ കൊച്ചു ടി വി കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അതാ ഇത് ഉപ്പേരി വെച്ചാലേ നല്ല രസാട്ടോ. ഇതിൻ്റെ കൂടെ മുളക് വറുത്ത അങ്കലവാടിച്ച് വെക്കോട്ടോ, അങ്കലവാടിച്ച് വെക്കോട്ടോ, അങ്കലവാടിച്ച് വെക്കോ. അവന് പിന്നെ എന്താ പുതിയ വീട്ടിൽ തന്നെ ആയിരിക്കും കുഞ്ഞുണ്ണി. ഈ പുതിയ വീട് എന്ന് പറയുമ്പോൾ അങ്ങനെ കുട്ടികളും പറഞ്ഞിട്ട് നമ്മുടെ വായിൽ അങ്ങനെ വരികയാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ വീട്ടിലായിരിക്കും അവർ. അപ്പോൾ അവനെ ഏത് സമയവും ഉച്ചയ്ക്ക് ചോറും കൊണ്ട് ഇവിടുന്ന് ചോറ് എടുത്തു കഴിഞ്ഞാൽ വേഗം ചോറ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കണം. എന്നാലാണ് സമാധാനമാവുള്ളൂ. എന്തായി വിഷുവൊരുക്കങ്ങൾ തുടങ്ങിയോ? ഇന്ന് 10-ാം തീയതി ആയില്ലേ, ഇനി 5 ദിവസമല്ലേ ഉള്ളൂ അല്ലേ? 5 ദിവസം 5-ാമത്തെ ദിവസം 4 ദിവസമേ ഉള്ളൂ കേട്ടോ. പൊട്ടിച്ച് തകർക്കും. 5-ാമത്തെ ദിവസം അല്ല 4-ാമത്തെ ദിവസം സംക്രാന്തി ദിവസമല്ലേ നമ്മൾ വിഷു. എന്നെ പറഞ്ഞു 4-ാമത്തെ ദിവസം 5-ാമത്തെ ദിവസം പൊട്ടിച്ച് തകർത്ത് കഴിയുന്നു. ഞങ്ങൾ വിഷുവിൻ്റെ അന്നും ചെയ്യൂട്ടോ, പൊട്ടിക്കൂട്ടോ. ബാക്കി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കി വെക്കണമല്ലോ. എല്ലാ പ്രാവശ്യം ഇവിടെ ബാക്കി വെക്കാറുണ്ട്. പെങ്ങളും കുട്ടികളൊക്കെ വരുന്നത് വിഷു 1-ാം തീയതി ദിവസമല്ലേ വരിക. അപ്പോൾ അവർക്കും കൂടി വന്നിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. എല്ലാ കൊല്ലവും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഇനിയിപ്പോൾ അവർ വരുന്നില്ല അത്രേ. അപ്പം അത് കാരണം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇക്കും അതന്നെ അമ്മ പറയുകയാണ് വീട്ടിലത്തെ അമ്മയുടെത്തും ഒക്കെ ഞാൻ വിഷുവിന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ പുതിയ വീട്ടിലെ എന്തെങ്ങനെ ആദ്യത്തെ വിഷു അല്ലേ, അപ്പോൾ വരുമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കിപ്പോൾ അവരുടെ വീട്ടിലെ വിഷു ആഘോഷിക്കണ്ടേ അല്ലേ. നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ കായപ്പേരി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറുപയറോ അല്ലെങ്കിൽ വെള്ളപ്പയറോ മുതിരയൊക്കെ ഇട്ടിട്ട് വെച്ചാലും ഇല്ലെങ്കിൽ വെറുതെ വെച്ചാലും നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് ഞാൻ എപ്പോഴും പറയാറില്ല, അവർക്ക് ചാറുകറിയോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് എല്ലാവർക്കും ഈ ഉപ്പേരി, അതേപോലെ അധികം ഈ ഉരുളക്കിഴങ്ങ് വറുത്തത്, സോയാബീൻ വറുത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ഇപ്പോൾ ഇന്നലെ അച്ചു സ്വന്തമായി കുഴിമന്തി റൈസ് ഉണ്ടാക്കിയിരുന്നു. ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അന്ന് കുഴിമന്തിയുടെ അരി എടുത്ത് വെച്ചാട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാനുള്ളത് തികയില്ല. അപ്പം ഇനി കടയിൽ പോകുമ്പോഴേ ഉള്ളൂ വാങ്ങുക എന്ന് വിചാരിച്ചിട്ട് ഇന്ന് മാവേലി പോകണം വിചാരിച്ചിട്ടാണ്. മാവേലിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അടുക്കള എന്തേ ടി വി കാണാഞ്ഞ് എന്തേ തിരിഞ്ഞ് നടക്കുന്ന സുകന്യേ നിനക്കെന്താ വേണ്ടിനി? നമുക്കൊന്നും വേണ്ടേ? ഇന്നേ നമുക്ക് പറയണ്ടോ, ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. അല്ലാണ്ട് വല്ലാണ്ട് ഞാൻ മൂപ്പിക്കണമെന്നില്ല. തേങ്ങ ഉലുവയും മാത്രം, വേറൊന്നും എടുത്തില്ല. ഒന്നും കൂടി ഒന്ന് ഇതായിട്ട് വരട്ടെ കേട്ടോ. അപ്പം നമ്മളില്ലേ ഇതിക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട്. സ്വർണ്ണ കളർ സ്വർണ്ണത്തിൻ്റെ വല്ലയിടത്ത് താഴെയെന്ന് പറഞ്ഞിട്ടില്ല. ശരിയാ, ഞാൻ നോക്കാറേ ഇല്ല. അല്ല എന്തിനാ നോക്കണം, നോക്കിട്ടെന്താ എന്തപ്പോ നോക്കിയിട്ട് അറിയാ. പഞ്ചലോകത്തിൻ്റെ വാങ്ങിയ നല്ലത് കേട്ടോ. പഞ്ചലോകത്തിൻ്റെ വാങ്ങിയാണല്ലേ സ്വർണം പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല ശരീരത്തിന് അല്ലേ. വീണുപോയാലും കൂടി കുഴപ്പമില്ല. ഒരു വളയ്ക്കൊക്കെ 450 രൂപ 500 റുപ്യയുടെ ഉള്ളിലൊക്കെ വള കിട്ടും. കളറ് പോണുമില്ല. വിഷു കൈനീട്ടം കിട്ടില്ലേ, ആ പൈസയും കൊണ്ട് വാങ്ങിക്കോളി. എന്താണ് അപ്പോൾ ആയിട്ടോ, ഇത്ര മതി. ഇതൊന്നിങ്ങനെ ഇവിടെ അമ്മ ഇങ്ങനെ മൂപ്പിക്കാറുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന്. അപ്പം അതൊരു ടേസ്റ്റ് ആവുകയും ചെയ്യും, നല്ലതാണ്. ഇനി നമുക്കില്ലേ മുളകും മല്ലിയും പൊടിപ്പിക്കാൻ കൊണ്ടുപോകണം. അച്ചു പോകണ്ടോ? അച്ഛൻ്റെ കൂടെ ആരാ പോണം? 4-4:30 ആയിട്ട് നോക്ക്, വേർത്തൊഴുകുന്നുണ്ടോ? നല്ല ചൂടാട്ടോ. അതുകൊണ്ട് വേഗം സത്യം പറയത്തില്ല, വേഗം എങ്ങനെയെങ്കിലും അടുക്കളത്തെ പണി കഴിഞ്ഞിട്ട് ഓടണം എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചേറെ ഇരിക്കണമെന്നേ ഇല്ല അല്ലേ.
ഇരിക്കുകയല്ല, അടുക്കളയിൽ നിൽക്കണം, ഓരോന്ന് ഉണ്ടാക്കണം എന്നുള്ള പൂതിയൊക്കെ മോയിട്ടാ. മറ്റേത് അങ്ങനെയല്ല, രാവിലെ ഉപ്മാവ് ഉണ്ടാക്കി ചോറായി. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. നമ്മളെന്താ വിചാരിക്കാന്നറിയോ, കുട്ടികള് സ്കൂളില്ലാതെ തണുത്ത നല്ല വെള്ളം കുടിച്ചോ. അവിടെ നേമ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും. ചൂട് പിന്നെന്താ ഉള്ള പിന്നെന്താ പറഞ്ഞ തണുത്ത ഉദ്ദേശിക്കണേ? എസ് നോട്ടല്ല, ബുക്ക്. SLCക്ക് എന്താ നോട്ട്? അതിന് SLC ബുക്ക് ഈ കണ്ടിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ സാധനം ടച്ചു, അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പണ്ട് ബുക്കാണത്. നമുക്കതൊരു സർട്ടിഫിക്കറ്റാണ്. ആദ്യം SLC ബുക്കാണ്. പുളി ഒഴിച്ചു കൊടുത്ത് ഉപ്പ് ഇട്ടോട്ടാ. നമ്മൾ കറി വെക്കുമ്പോഴല്ലേ എല്ലാവർക്കും എങ്ങനെയാണെന്നറിയോ, എല്ലാവരും പാടുള്ള ഒറ്റപ്പാടുകളാണ് ഇഷ്ടം. കറി വെക്കുന്നതൊക്കെ പറഞ്ഞു വെച്ചാൽ ചില കൂട്ടുകാർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ അല്ലേട്ടാ. ചെറിയ പാത്രം കേട്ടോ, നമുക്കില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ആ ചട്ടികളൊക്കെ ഒന്ന് വേഗം മയക്കട്ടോ. ചട്ടികളൊക്കെ ഒന്ന് മയക്കണം. ഇനി അറിയാം മയക്ക് ഈ അടുപ്പിൽ വെക്കുമ്പോ എടുപ്പിലെന്ന് പറയുന്നത് എടുത്ത് വെക്ക. ഗ്യാസില് ഇതെന്താ പറയാ, ചൂട് കാരണം കേട്ടോ വേഗം ഇതിൽ വെക്കുന്നത്. ഇന്നലെ ഒരു കമന്റ് കണ്ടിരുന്നേ, എന്താ നമ്മളിപ്പോഴത്തെ പെൺകുട്ടികളില്ലേ ഈ അമ്മിയിൽ അരച്ചതാണ് ടേസ്റ്റ്, എന്താ പഴയ രീതിയിൽ ചെയ്യുമ്പോഴേ ആണുങ്ങൾ അതാണ് ടേസ്റ്റ് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ വീട്ടിൽ തിളച്ചിടാൻ വേണ്ടിയിട്ടേ അങ്ങനെ ചെയ്യാനാണ്. അങ്ങനെ ഇല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റേതായ ഇതിൽ നമ്മൾ കുക്കറിലും ഇതിലൊക്കെ ചെയ്തിരുന്നു. നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ അമ്മിയിലരച്ചിട്ടും ഒക്കെ ചെയ്യണു. അവർക്ക് നമ്മുടെ ആണുങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ നമ്മളത് അടിച്ചമർത്തിയിട്ട് അതന്നെ കൂട്ടുള്ളൂ അങ്ങനെ തന്നെയൊന്നുമില്ല. ഇവിടെ ചമ്മന്തി അരച്ചു കൊടുത്താലും പോവും, ഇനി അച്ചാറ് മാത്രം കൂട്ടിയിട്ടും പോവും, മോര് മാത്രമായാലും പോവും. അങ്ങനെയല്ല, നമുക്ക് ഉണ്ടാവുമല്ലോ നമുക്ക് ഇങ്ങനെ ചെയ്യണം. ലോകം അങ്ങനെയാണ്, ഇന്നത്തെ ലോകം അങ്ങനെയാണ്. എടി തണുത്ത വെള്ളം എടുത്തിട്ട് ഞാൻ നിന്റെ അടുത്ത് തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു. തണുത്ത വെള്ളം എന്തിനാ ഫ്രിഡ്ജിൽ വെക്കുന്നത്? അത് പുറത്തേക്ക് വെച്ചാ പോരെ? തണുക്കാൻ വേണ്ടി വെള്ളം ഫ്രിഡ്ജിൽ വെച്ചു. ജ്യൂസ് അടിക്കാൻ വേണ്ടി തണുത്ത വെള്ളം വെക്കാൻ പറയാറ്. വാഴ കാണണ്ടേ നമുക്ക്? പിന്നെ തിയേറ്ററിൽ നിന്നല്ലാണ്ടപ്പോ വാഴ ഇതൊക്കെ തൊടി പുറത്തേക്ക് നോക്കുമ്പോഴേ കാണാൻ പറ്റൂ. ഇവിടെ വാ, 1 2 3 4 വീട്ടിലിരുന്ന് വാഴ കാണാൻ ചിലപ്പോ നീ ചട്ടിയിൽ വെക്കണ്ടേ? ചട്ടി കൂട്ടാനായി. എടിതായി കുപ്പി കൊണ്ടുപോ, ഓയിൽ ഒഴിച്ച് വെക്കണട്ടോ. അവള് വെള്ളം എടുത്തിട്ട് വെച്ചാ മതി. മാങ്ങ ജ്യൂസ് വേണമെങ്കിൽ മതി. അപ്പോഴേ സുകന്യ പാവട്ടോ വിഷുവിന് കൊണ്ടുപോകാന്ന് പറഞ്ഞ, ഏട്ടാ എന്നെ കൊണ്ടുപോയേട്ടാ വാഴ കാണാൻ കൊണ്ടുപോയേട്ടാ. അതൊന്ന് വാഴ കാണിച്ചു കൊടുക്കുന്ന കുറെ സമാധാനം. അത് ആരാണോ വാഴത്തെ സംഭവം എന്ന് പറഞ്ഞു? ഇത്ര നല്ല പട വാഴ. ഇന്ന് പോവാ വൈകുന്നേരത്ത്. എന്നാ പിന്നെ വാഴ കണ്ടിട്ട് ബാക്കി മതി. അച്ഛല്ലോ സമയമില്ല, അച്ഛന് സമയമില്ല അത്ര. അതാത് കുപ്പിയതാ പഞ്ചസാര അതാ അതിന്റെ അടിയിലേ. എന്നാ അവിടെ പോയിട്ട് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടേ. ഇന്നലെ ഈ സുവിന് ചായ വെച്ചിട്ട് എവിടെ പഞ്ചസാര? അത് ഉപ്പാടി വേണേ. അത് എടുത്തിട്ട് മാങ്ങ കേടെടുത്തരുതേ. ഏട്ടാ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടാ. സുകന്യയുടെ പരാതി തീർത്തു കൊടുക്കുക. 6 മണിയാകുമ്പോ പണിയിരിക്കോ വേണോന്ന്? എന്ത് സതിയേട്ട പോയി എവിടേക്കാ പോയി? എന്റെ കെട്ടിയ തിരക്കിലായിരിക്കും. എങ്ങോട്ട്? എന്ത് ഇനിയെന്താ പഠിക്കാൻ പോവാ? പണി നിർത്തിയിട്ട്
ഡൈവേഴ്സ് വേണം പറ. നിന്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോ ഉണ്ടല്ലോ നിന്റെ ഫോട്ടോ. എന്തിനാണ് അവളുടെ ഫോട്ടോ എടുത്ത്? അവളുടെ ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇന്ത്യയും അവളുടെ മട ഏറ്റെടുത്തത് ഓർമ്മ ഉണ്ടോ? അപ്പൊ അത് കൊടുക്കുക. ഇവിടെ അല്ലാതെ അവൾക്കറിയോ? അപ്പൊ അവനത്ത് പറ, ഇവിടെ ഉണ്ട് പറ, ഇവിടെ ഉണ്ട് പറ. ആ പോണതിന് മുന്നേ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു. ഇക്കുവയ്യ ചീത്തക്കാരി. എന്നാ വിളിക്കുക, അവനെ വിളിക്കുക, ഇവിടെ ഉണ്ട് പറ. അപ്പൊ സുകന്യെ എന്നാ അവനെ വിളിച്ച് പറയാന്നല്ലേ, ഇവിടെ ഉണ്ട് പറ. അത് തരേണ്ട ഒരു വേണ്ട, അത് എടുത്ത് ഒട്ടയ്ക്ക് വയ്യ. നിങ്ങളുടെ അനിയന്റെ വായിൽ മുഴുവൻ ചീത്തി ഞാൻ കേട്ടോട്ടെ. വന്നിട്ട് അവനല്ലേ പറഞ്ഞു, ഞാനല്ലല്ലോ പറഞ്ഞു. ആ അച്ചു നിക്ക്, ഒരു പാക്കറ്റ് പാല് വാങ്ങിട്ട് വരട്ടെ, എന്നിട്ട് മാങ്ങ ജ്യൂസ് അടിക്കാം. മൊത്തം ആ 2 മാങ്ങ കൂടി എടുത്തോ, എല്ലാവർക്കും ഓരോ ഗ്ലാസ്. സൂന്യ ചേരണ്ട് മാമന്റെ കടയിൽ നിന്ന് പാല് വാങ്ങിട്ട് വരട്ടെ. കുട്ടികളല്ല, എല്ലാവർക്കും ഒരു ഗ്ലാസ്. എല്ലാവർക്കും അതിന് നിങ്ങൾക്ക് എടി ഫ്രീസറിന്റെ ഉള്ളിൽ കുറച്ച് കട്ടിയാക്കാനില്ലേ, ഇത് വെക്ക്. പോയി പാല് വാങ്ങിട്ട് പോയി. നിങ്ങൾക്ക് ഒന്നിനും വെക്കില്ലേ ഏട്ടാ, നിങ്ങൾ പൊക്കാം. ഈ ഒരു പീസിന് 10 രൂപയാണ്. പക്ഷെ 40 രൂപയ്ക്ക് അപ്പൊ ഇന്നലെ വാങ്ങിയത് എത്ര? അത് 40 വാങ്ങി. ഇതാട്ടോ ഇപ്പൊ ഇതാണ് പരിപാടി. ഇനി നമ്മുടെ ഇവിടെ കലാവികൃതികളൊക്കെ വരട്ടെ. എങ്ങനെ അമ്മു അടിപൊളിയായിട്ട് ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മും ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാനും അവളും ചെയ്തില്ല. ഞങ്ങൾ രണ്ടാളും ഒരു നാളാണ്, അത്തന്നാള്. എന്താന്നറിയില്ല, മുൻപേ ഞങ്ങൾ രണ്ടുപേരും ഞാനില്ലേ അമ്മു എന്താ അവിടെ എന്താ ആര് ഞങ്ങൾ രണ്ടാളും 3 നാളാണ്. ഞങ്ങൾ കട്ടക്കാണ്. ഞങ്ങൾ എല്ലാവരെക്കാട്ടിലും കൂടുതൽ ഇണക്കം ഞങ്ങളാണെന്ന് പറയും എല്ലാവരും. ഇവിടെ അടുത്തുള്ളവരൊക്കെ പറയട്ടോ. എന്താ ഞങ്ങൾ എന്താ ഞാൻ അത്തോ അവള് ചോദ്യാണ്. പക്ഷെ എല്ലാവരും പറയുന്നിട്ട് എന്താ കാരാട്ടുകാരോടത്തെ കണ്ടില്ലേ മരുമക്കള്, എന്തൊരു സ്നേഹമാണ് അവർക്ക് എന്നറിയോ പറയും. പക്ഷെ മക്കളോട് എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ പറയുമ്പോഴേക്കും മക്കളെ അതുപോലെ ഓടിക്കും നമ്മളിട്ടിട്ട് കേട്ടോ. അങ്ങനെ വേണല്ലോ അല്ലേ, വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. ജോലിക്ക് പോണ സമയത്താണോ വെച്ചാലും ഏട്ടന് പറ്റണ രീതിയിൽ ഏട്ടൻ ചെയ്തിരുന്നു. പിന്നെ ജോലിക്ക് പോട്ടെ, എനിക്ക് സ്വയം ഇഷ്ടത്തോടെ ഞാൻ നിർത്തിയതാണ്. ഞാൻ ഇനി പോണില്ല, എനിക്ക് വയ്യ. നമ്മള് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നിന്നല്ലേ, നമ്മുടെ ചെറിയ ചെറിയ സമാധാന സന്തോഷമൊക്കെ പോകും. കൈ മുറിച്ചോ? നന്നായി കൈ മുറിച്ചു. ആ കത്തിയോണ്ട് അമ്മ മുറിക്കുമാരും മുറിക്കാതെ അച്ചുവോ, അതിനാണ് ആ പല കയ്യിൽ വെച്ച് മുറുക്കി. അപ്പോഴേ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും ചിന്തിക്കാതിരിക്കുക. ഉള്ള സമാധാന സന്തോഷം എന്തോ അത് നോക്കുക എന്നല്ലാണ്ട് സമത്വത്തിനെ കുറിച്ചിട്ടും വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കുന്നവർ ജീവിക്കട്ടെ. ഒരു കുടുംബത്തിൽ ജീവിച്ചു പോകാൻ സമത്വത്തിലൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല. സമത്വമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞല്ലേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനും ഡിവോഴ്സിക്ക് പോകും. അല്ലാണ്ട് ഒത്തൊരുമിച്ച് ജീവിക്കലൊന്നും സമത്വം കൊണ്ട് നടക്കില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ പോകണം. നമുക്കിപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാ. എൻ്റെ കുടുംബത്തേക്ക് ഇപ്പോൾ ഞാൻ ഒന്ന് മുളക് അരച്ചു എന്നോ അല്ലെങ്കിൽ ഒരു കറി വെച്ചു എന്നോ ഒരു ചായ വെച്ചു എന്ന് പറയുമ്പോഴേക്ക് എനിക്കൊന്നും കൊഴിഞ്ഞു പോകല്ലേ. അപ്പൊ നമ്മുടെ കുടുംബത്തെ ചെയ്യുന്നതാണ്. ഏട്ടൻ ചെയ്യാറുണ്ട് കേട്ടോ അല്ലേ സൂര്യ? ഏട്ടന് അറിയുന്ന പണികൾ ഏട്ടൻ ചെയ്യും. പിന്നെ അങ്ങനെയാണ് പറഞ്ഞാൽ ഇന്ന ജോലിക്ക് വിടും. ഇന്ന ജോലിക്ക് വിട്ടിരുന്നതാണ് ഞാൻ. എൻ്റെ മക്കൾ വലുത് കുറച്ചായി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ പറ്റില്ല തോന്നിയിട്ട് പിന്നെ നമുക്കാണ് പറഞ്ഞു വെച്ചാൽ ഒരുപാട് സാലറിയും കിട്ടിയിരുന്നില്ല. അതും കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കാൻ നല്ലത്. നമ്മളിപ്പോ എങ്ങനെ ജീവിച്ചു പോകണോ അങ്ങനെ ജീവിച്ചു. പിന്നെ നമ്മുടെ ഇവിടെ നാട്ടിൻപുറത്തില്ല എല്ലാ വീട്ടിലും അമ്മ ഉണ്ടാവും, ആട്ടുകല്ല് ഉണ്ടാവും. ഇപ്പൊ എൻ്റെ അടുത്ത് ഇവിടുത്തെ ഗുരുസ്വാമി ആട്ടുകല്ല് കൊണ്ടുവന്നോ പറഞ്ഞിട്ട് തൊയിലും തരുന്നില്ല. അവിടെ ഉണ്ടിരിക്കുന്നു ആട്ടുകല്ല് കൊണ്ടുപോവാ പറഞ്ഞിട്ട്. നമ്മൾ അടിപ്പിട്ടിരിക്കുന്ന സമയത്ത് ആട്ടുകല്ലില് ഒരലിടിച്ചിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഒരലിപ്പോ ഏത് വീട്ടിലുള്ളത്? ഏത് വീട്ടിലും ഇല്ല. അപ്പൊ ആട്ടുകല്ല് കൊണ്ടുപോയിക്കോ. ഞങ്ങൾക്ക് ഇവിടെ ആട്ടുകല്ല് ഉണ്ട് കേട്ടോ. അപ്പൊ അത് കുറച്ച് വലുതാണ്. അല്ല നല്ലത് വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് വരാം. അത് പുതിയതാണ്. നമ്മൾ അരിയാട്ടലും എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടെ ഒന്നിലും മാറി നിൽക്കുക.
വിഷുവിനും ഓണത്തിനും ഒക്കെ ഞങ്ങളുടെ കൂടെ സഹായിക്കാനും എന്താ അട ഉണ്ടാക്കാനും പായസത്തിന് തേങ്ങ ചിരവാനും പിഴിഞ്ഞ് തരാനും ഈ പെണ്ണുങ്ങൾ തന്നെ ചെയ്യട്ടെ എന്നൊന്നും പറയില്ല. അപ്പം എനിക്ക് സുകന്യ ഇല്ലാത്ത സമയത്തൊക്കെ ബ്ലീഡിങ് ഉള്ള സമയത്തൊക്കെ ഏട്ടൻ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? അപ്പം അതൊക്കെ ഞാൻ പറയുക അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ അച്ഛനായാലും അമ്മയായാലും ആരെങ്കിലും വയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സമത്വം നോക്കിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പൊ അവിടെ സമത്വം ഒന്നല്ല, അപ്പൊ സമാധാനമായിട്ട് എങ്ങനെ പോകാൻ പറ്റും? സമത്വമല്ല, പെണ്ണുങ്ങളെയും കൊണ്ട് പണിയെടുത്തിട്ട് ആണുങ്ങളും മിണ്ടാതിരിക്കണ പോലെ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പെണ്ണുങ്ങളെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അങ്ങനെ മാത്രം ആരാണ് ജീവിക്കുന്നത്? പെണ്ണുങ്ങളെ കൊണ്ട് പാത്രം പണിയെടുപ്പിച്ച് കാലുമേക്കാലും കയറ്റിയിരിക്കാൻ പറ്റുമോ? ഒരവസ്ഥ വരുമ്പോ എല്ലാരും അതിനനുസരിച്ച്. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ക്ലിനിക്കിൽ പോയിരുന്നു. 1 രൂപ അനിയേട്ടന്റെ ആവശ്യത്തിന് അതിന് വാങ്ങിയിട്ടില്ല. നമ്മൾ അവിടെ പണിക്ക് പോകുന്ന സമയത്ത് 1 രൂപ എന്നാ നീ എനിക്കത് തായോന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ സാലറി കൊടുത്താൽ തന്നെ ഏട്ടൻ പറയും നിനക്ക് ചെരുപ്പ് വേണോ, നിനക്ക് തുണി വേണോ, എന്നാലും ഏട്ടൻ എനിക്ക് തരുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം അമ്മിയിൽ അരക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണിക്കൊക്കെ പോവുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ പിന്നെ അമ്മിയിലൊന്നും അരക്കില്ല. നമ്മളപ്പോൾ എന്താ പെട്ടെന്ന് അങ്ങനെയുള്ളവർക്കൊന്നും പറ്റില്ല. നമ്മള് പറഞ്ഞാൽ പെട്ടെന്ന് ജോലിയുള്ളവർക്കൊക്കെ ഇപ്പം അമ്മിയിലരച്ച് കറി വെക്കണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നടക്കില്ല. കാരണം അവർക്ക് ആ സമയത്തിനുള്ള അവർക്ക് ജോലി സ്ഥലത്തേക്ക് എത്തണം. അതിൽ 150 തിരക്കുകൾ വേറെ. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തില്ലേ ഞായറാഴ്ച മാത്രമാണ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ അമ്മി ഉപയോഗിക്കൽ കമ്മി കേട്ടോ. ദിവസം ഞങ്ങളുടെ വീട്ടിൽ അല്ലേ സുകന്യെ അമ്മി ഒരു ദിവസം തൊടാത്തൊരു വീടില്ല. ഇല്ലേ സുകന്യെ പറയുന്നത് എന്താ വെച്ചാൽ സപ്പോർട്ടല്ല, അവളൊന്നും മിണ്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അച്ഛന് അമ്മിയിൽ അല്ല, നമുക്കൊക്കെ അങ്ങനെ ആ രീതിക്ക് കറി വെച്ച് ഇഷ്ടമായത് കൊണ്ട് പറയുന്നല്ലോ, അല്ലാണ്ട് അതൊരു ആധിപത്യം സ്ഥാപിക്കലൊന്നുമില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കാതൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട രീതിക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളവരല്ല, അല്ല അതിലിപ്പോ ഒരാധിപത്യവും അതിലില്ല. പശുവിന് കൊടുക്കാറേത് അല്ല, അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യണോന്ന് മാത്രം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് വീഡിയോ കണ്ടുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. അതിപ്പോ എനിക്കിഷ്ടാണ്. ഏത് രീതിക്ക് വേണമെങ്കിൽ അത് ചിന്തിക്കുക. താല്പര്യമുള്ളവർക്ക് താല്പര്യ രീതിക്ക് ചെയ്യാം. നമ്മളിപ്പോ അമ്മിയിൽ അരച്ച് കഴിക്കാൻ്റെ പാടുമെന്നൊന്നും നമ്മളൊന്നിനും പറയും. നമുക്കത് കഴിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മളങ്ങനെ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ശരിയോ തെറ്റോ ഒന്നുമില്ല. അതിനുള്ള സൗകര്യങ്ങൾക്ക് സമയത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാന്നല്ലാണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പെങ്ങളും കുട്ടികളും ഞങ്ങളൊക്കെ വരുന്ന സമയമാണെന്ന് വെച്ചാൽ 3 മണിയാവും നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മളൊന്ന് വേറിട്ട് വരുമ്പോൾ. കാരണം രാവിലത്തെ പലഹാരം ഉണ്ടാക്കൽ ചിലവർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. ചിലവർക്ക് എന്താ പറഞ്ഞു വെച്ചാൽ അയ്യോ പണിയെടുക്കുകയാണ്, നമ്മൾ പണിയെടുത്ത് ക്ഷീണിച്ചു എന്നുള്ള തോന്നലുണ്ടാവും കേട്ടോ. അത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ്. ഇവിടെ വെക്കി വെളിച്ചെണ്ണ ഒഴിക്കുന്ന കുപ്പിയിലാണ് അവള് വെള്ളം ഒഴിച്ച് വെക്കുന്നത്. നോക്ക്, ഇതാ വലിയൊരു കുപ്പി. നമ്മുടെ ഇതാ കിണർത്ത വെള്ളമല്ലേ, സംഭവം നല്ല തെളിച്ചുകൊണ്ട് കേട്ടോ. ചില കിണറിലെ വെള്ളം മണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. ദൈവത്തിന്റെ ഗുരുത്വം കൊണ്ട് അതൊന്നും ഉണ്ടാകില്ല. നമുക്കെന്തോ ഞാൻ ഒരു കാര്യം പറയട്ടെ, രുചി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് രുചി വ്യത്യാസമൊന്നുമില്ല. നിന്റെ കൈ പോവില്ല. ഇപ്പൊ അല്ലേ ഇവിടെ മീൻകറി വെക്കുമ്പോൾ ഞങ്ങൾക്ക് മുളകരച്ച് മീൻകറിയാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടം. പക്ഷേ അനിയേട്ടനും സതിയേട്ടനൊക്കെ അങ്ങനെ ഇഷ്ടം. അപ്പോൾ അവർ പറയും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചോ, പിറ്റത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചോ പറയും. അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പിറ്റത്തെ പ്രാവശ്യം നമ്മൾ മുളക് ചാറ വെക്കുന്നത് പറഞ്ഞാൽ ഒന്നും പറയില്ല, കൂട്ടും. അപ്പോൾ നമുക്ക് എന്താ പറയുക വെച്ചാൽ അവർക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ അവർക്കും ഉണ്ടാക്കും, ഒരു പ്രാവശ്യം നമുക്കും ഉണ്ടാക്കും കേട്ടോ. ഞാനൊന്നും ചെയ്യില്ല. മേമ ജ്യൂസ് അടിച്ചിക്ക് തരും, ഞാനൊന്നും ചെയ്യില്ല. എന്താ കയ്യിൻ്റെ പഞ്ചാര നിർക്കാനൊക്കെ പറ്റില്ല. കൈ മുറിഞ്ഞു. എന്താട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പയ്യണത്? കൈ മുറിഞ്ഞു, അത് ഞാൻ മറന്നു വെച്ചു. എവിടെ നിന്റെ ഷട്ടിൽ ബാറ്റ് ഒന്ന് കാണിച്ചു കൊടുത്താ? അപ്പൊ അവൻ അംഗനവാടി പോയില്ലേ? എന്റെടാ കുട്ടി പോകുമ്പോ ഒന്ന് കൂട്ടി കൊണ്ടേക്കാനും പോണ്ടേ നീ? എന്താ കുഞ്ഞുണ്ണി നീ ഇങ്ങനെ? ഒരു സ്നേഹമില്ല അവനോട്. കൂട്ടാറ് മാങ്ങപ്പിലിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ മീന് വേണമെന്നൊന്നുമില്ല. കിട്ടിയ കിട്ടി. മീനോ? എന്തിനു മീന് വേണമെന്നൊന്നുമില്ലാന്ന്. കിട്ടിയാ കിട്ടി, പോയാ പോയി. പക്ഷെ ഒരു സമയത്ത് മീനില്ലാതെ ഇവിടെ ചോറിനകത്ത് ആൾക്കാരും ഉണ്ടായിരുന്നു. അതൊരു സമയത്തല്ലേ, ആ സമയം കഴിഞ്ഞില്ലേ? അത് കൊടുങ്ങല്ലൂരിന്ന് കൊണ്ടുവന്ന മീന്. അതെന്തെങ്കിലും ചെയ്തോളൂ. സുകന്യ ഷെയ്ക്ക്, ഞാൻ ഉപ്പേരി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് 2 പേർക്കും കുളിക്കാൻ.
സുകന്യ അവിടെ തിരുമ്പാൻ തുണിയിട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ തിരുമ്പാൻ തുണിയിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഈ കൂട്ടാനുകൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. ഇന്നും ഇന്നലെ ആയിട്ട് ഞാനില്ലേ ഉച്ചയ്ക്ക് മാത്രമേ ചോറിനുള്ളൂ കേട്ടോ. രാവിലെ 2 കോഴിമുട്ട. എത്ര ദിവസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്ക് നോക്കാനായിട്ടാ. 2 നേരം കഴിക്കണ്ടേ, 3ാമത്തെ നേരം അതിൻ്റെയൊക്കെ കഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ചോറന്നലുണ്ട്. അങ്ങനെ കഴിക്കാൻ പാടില്ല, അപ്പോഴതിൻ്റെ ഗുണമുണ്ടാവും. പക്ഷേ അതിൽ കൊണ്ടുവന്നതാണ് കേട്ടോ മാങ്ങയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുട്ടികൾക്ക് എന്നാൽ കൊടുക്കാമല്ലോ വിചാരിച്ചു. ആ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ എല്ലാവരും തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് ഇല്ലേട്ടാ. സുകന്യക്ക് വാഴ2 കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിന്നപ്പോഴേ ടിക്കറ്റ് ഇല്ല, നാളേക്കേ ഉള്ളൂ ടിക്കറ്റ്. അപ്പം ഇനി നാളേക്കുള്ള ടിക്കറ്റ് നോക്കാൻ വിചാരിച്ചു. എന്തായാലും കുട്ടികൾ ഇതാ ഇവരൊക്കെ എവിടേക്കും പോണില്ലോ പറഞ്ഞിട്ട് ദിവസം കരച്ചില്ല. ഐസ്ക്രീം ഇല്ലാണ്ട് കുടിച്ചിപ്പോയി കഴിഞ്ഞു. അടുക്കളയത്തെ ഇനി മാങ്ങൊപ്പിലിട്ടതുണ്ട് കേട്ടോ. ഇന്നലെ സാമ്പാർ വെച്ചത്, അല്ലെങ്കിൽ എപ്പോഴും തികയാതെ ഇരിക്കുകയുള്ളൂ. ഇന്നലെ സാമ്പാർ വേഗം കഴിഞ്ഞു അല്ലേ. അതല്ല രസം. സാമ്പാർ കൊടുക്കുകയും ചെയ്തോ? എന്റെ പൊന്നു പറയാണ് എൻ്റെ അടുത്തേ, ഇന്നലെ സാമ്പാർ കടുക് വറുത്തിടുമ്പോ എന്താ പറയുന്നത്, എന്താ മണം വരുന്നത്, എന്താ മണമെന്ന്. ഞാൻ കായപ്പൊടി കൂടുതലിടും കേട്ടോ, കായ ഒലിവ്. അപ്പോൾ അവന് എന്നിട്ട് ആ കുട്ടി അതില്ലേ രാവിലെ അവൾ തുടക്കുകയാണ്. ഞാൻ സാമ്പാർ വെച്ച് കൈപ്പയ്ക്കപ്പേരി ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴേക്കും കുട്ടി വേഗം ഉണ്ട് വന്നിട്ട്, അമ്മ നല്ല മണം, ഈ ചോട് കായോ പറഞ്ഞു. ഇതാട്ടോ നമ്മുടെ ഉപ്പേരിയായി. ഇത് ഉപ്പേരിയില്ലേ, ഇത് വേഗം കഴിയും കേട്ടോ, കാരണം എല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് സത്യം പറയാ വെച്ചാൽ ഒരു സമാധാനം അയക്കണം കേട്ടോ. അതൊക്കെ എന്താ കാരണം, ദാരിദ്ര്യം തീർന്ന് വെള്ളം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാലേ അതിലും വലിയ ഭാഗ്യം വേറൊന്നുമില്ല. സത്യം എത്ര വർഷമായി സത്യം ഇല്ല സൂര്യ. കല്യാണം കഴിഞ്ഞ് സത്യം കല്യാണം കഴിഞ്ഞ് നമ്മളിവിടെ വന്നേ മുതലില്ലേ ഈ വെള്ളത്തിൻ്റെ ദാരിദ്ര്യം ചില്ലറയില്ല. എത്രയോ പിന്നെ എന്താ രണ്ടാമത്തെ അനിയൻ്റെ അവർ വരുമ്പോഴും അവിടും പറഞ്ഞിരുന്നു ഈ വെള്ള ദാരിദ്ര്യം തീരില്ല നമ്മുടേന്ന്. ഇപ്പോഴാണ് കേട്ടോ നമുക്കത് ശരിക്കൊന്ന് അതായത് അതിന് കുറേയൊക്കെ നമുക്കൊരു ഇങ്ങോട്ട് വെക്കി കുറേയൊക്കെ നമുക്കൊരു ഘടകം എന്താണെന്നറിയോ, നമ്മുടെ ഓരോ കുടുംബശ്രീ കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ഒരു ഉപകാരമാണ് ചില സമയത്ത് ഇല്ലേട്ടാ. എന്തോ ദൈവത്തിൻ്റെ ഗുരുത്വം കൊണ്ട് നമുക്കതിന് സമയം വന്നു. ഞാനതാ പറയുന്നത്, കുറേ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ മുകളിലുള്ള ആൾ നമ്മളെ കാണാതിരിക്കില്ല. അപ്പോൾ നമ്മുടെ ജ്യൂസ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ തണുക്കാൻ വേണ്ടിയിട്ട്, തണുത്തിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ഉച്ചത്തെ വിശേഷങ്ങളും തിരക്കുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അല്ലേ. കാണാം.